സംസ്ഥാനത്ത് കെ.എസ്.ഇ.ബിയുടെ മേഖലാ തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിൽ വരുന്ന മേഖലകളിലാണ് നിയന്ത്രണം. അതിനിടെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കെ.എസ്.ഇ.ബി പുറത്തിറക്കി. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം വീണ്ടും കെ.എസ്.ഇ.ബി സർക്കാരിന് റിപ്പോർട്ട് നൽകും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചതോടെയായിരുന്നു വൈദ്യുതി ഉപഭോഗത്തിലും റെക്കോർഡ് വർധന ഉണ്ടായത്. ഇത് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കെ.എസ്.ഇ.ബി മന്ത്രിയെ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ സാധിക്കില്ലെന്നും മറ്റു മാർഗങ്ങൾ നിർദ്ദേശിക്കാമെന്നും മന്ത്രി കെ.എസ്.ഇ.ബിയോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിക്കാൻ കെ.എസ്.ഇ.ബി തീരുമാനിച്ചത്. വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക. ആദ്യഘട്ടത്തിൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിൽ വരുന്ന 15 സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മണ്ണാർക്കാട്, അലനല്ലൂർ, കൊപ്പം, ഷൊർണൂർ, ഒറ്റപ്പാലം, ആറങ്ങോട്ടുകര, പട്ടാമ്പി, കൂറ്റനാട്, പത്തിരിപ്പാല, കൊല്ലങ്ങോട് തുടങ്ങിയ സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, പെരിന്തൽമണ്ണ സബ്സ്റ്റേഷനുകളിലും നിയന്ത്രണം കൊണ്ടുവരും. പരമാവധി 10 മിനിറ്റ് വരെയേ നിയന്ത്രണം ഉണ്ടാകൂ എന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. രാത്രി 10 മുതൽ പുലർച്ചെ 2 മണി വരെ ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കണം. രാത്രി 9 കഴിഞ്ഞാൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത്. വീടുകളിൽ AC 26 ഡിഗ്രിക്ക് മുന്നിൽ ക്രമീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കെ.എസ്.ഇ.ബി പുറത്തിറക്കി. പ്രശ്നപരിഹാരത്തിനായി പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കെ.എസ്.ഇ.ബിയുമായി സഹകരിക്കണമെന്നും മന്ത്രി കെ. കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം വീണ്ടും കെ.എസ്.ഇ.ബി സർക്കാരിന് റിപ്പോർട്ട് നൽകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.